രാവിലെ നല്ല മഴയാണ്. ആരാ ശാംഭവി എങ്ങനെ വിളിച്ചെണീപ്പിക്കോ? പറഞ്ഞിട്ടുണ്ട്. ശാംഭവിയേ, ഗൂഗിൾ ആൻറ്റി പറഞ്ഞു നിന്നോട് പല്ല് തേക്കാൻ. എണീറ്റേ. ദൈവമേ, അവന്റെ പേരിനായിരുന്നേ ഇമാനുവല്ലോ എന്നാ. ആ സാമൂല് നോക്കിയിരിക്കുന്നു കേട്ടോ. ചെല്ല്, സ്കൂളിൽ പോണ്ടേ? ബായോ, പല്ല് തേക്കാൻ പറഞ്ഞു. വേണം ബായോ. ആ, സാമ്പാറും ദോശയും. ഗോതമ്പ് അല്ല, മൈദാ ദോശ, ഗോതമ്പ് ദോശ, അരിദോശ അല്ല കേട്ടോ. ബാ ബാ ബാ, എണീറ്റ് വാ. ആ ആ പാടാൻ തുടങ്ങി. അടിച്ച് എണീക്കാനുള്ള ഒരു മടിയാ ഇപ്പം. എന്താ പറഞ്ഞോ. ശ്യാമളമ്മയും ശാംഭവിയും കൂടെ യുദ്ധമാണ്. യുദ്ധം, സ്കൂളിൽ പോകുന്ന യുദ്ധം. കേക്കാവോ? അയ്യോ, എനിക്ക് വയ്യ. നാളെ വാവാണ്, അതാണെന്ന് തോന്നുന്നു. ഇന്ന് മഴ എന്നാണ് ശ്യാമളമ്മ പറഞ്ഞത്. അങ്ങനെ ആവാം. അയ്യോ, ഉണ്ട് അട അല്ല ദോശ. ദോശയും സാമ്പാറും. ദോശ ഉണ്ടാക്കിയത് അമ്മ. ഏതമ്മയാ? ആ, ജയമ്മ. ജയമ്മ. സാമ്പാർ ഉണ്ടാക്കിയതാരാ? ജയമ്മ. ദോശ ഉണ്ടാക്കിയതാരാ? ജയമ്മ. ഇവിടെ വടക്കുണ്ടാക്കുന്നതാരാ? അതും ജയമ്മ. ആണോ? ആ, അയ്യോ, കൈ പൊള്ളി. ചൂടാപ്പാ, ചാറട്ടെ. വെള്ളം തരാം, അമ്മ വരാം. താൻ തരാടാ. തരാലോ. ചമ്മമ്മേ, ഇച്ചി സാമ്പാർ കൊടുത്തേ കൊച്ചിന്. ഇച്ചി സാമ്പാർ. സാമ്പാറാ. അങ്ങനെ എടുത്തെടുത്ത് പറ മോനെ. ഒരു 10 തവണയെങ്കിലും പറയാം. അമ്മ ഉണ്ടാക്കിയതാ. ചൂട് ചൂട്. ആണോ? പക്ഷെ സംഭവം സൂപ്പർ അല്ലേ? ഞാനാണല്ലോ ഉണ്ടാക്കിയത്. അപ്പം പിന്നെ പ്രശ്നമില്ല. അബദ്ധത്തിൽ ഇവിടെ സാമ്പാർ എപ്പോഴും നന്നാകുന്ന അബദ്ധത്തിലാണോ അല്ലയോ? എന്റെ സാമ്പാർ തീർന്നില്ല പ്രശ്നം. ആ, ശരിയാ. അമ്മയ്ക്ക് വെറുതെ ടെൻഷൻ ഏൽപ്പിക്കണ്ട. അങ്ങോട്ട് മാത്രം ഞാൻ നിർത്തി. നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കുന്ന സൂപ്പർ സാമ്പാർ ഞാൻ ഉണ്ടാകും. എന്റെ സാമ്പാർ എന്റെ സാരാണിക്കൊക്കെ ഇഷ്ടം. സൂപ്പർ സാമ്പാർ എന്താ സൂപ്പർ. അമ്മ ഇതിനകത്ത് എന്താ കായം ചേർത്തോന്ന്? ഇല്ല, ഇന്ന് കായം ചേർത്തിട്ടില്ല. പൊടിക്കകത്തുണ്ടല്ലോ കായം. പിന്നെ നമ്മൾ എന്തിനാ അടുക്ക് ചേർക്കുന്നത്? ആ, പൊടി. അയ്യോ, വേറെ കായം. ആ, കായം ഉണ്ടായിരുന്നല്ലേ? അത് വിനാഗിരി എന്ത് ചേർത്തിട്ടില്ല. ആ, അച്ചാറിന് വിനാഗിരി ചേർക്കും. നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ 2 കൈയും കൊണ്ടാണ് ആഹാരം കഴിക്കുന്നേ. കേട്ടോ, ഉടുപ്പയോടെ പറ്റിക്കുന്നുണ്ടോ? ദേഹം മൊത്തമായി. ഇതിനെ ആഹാരം കഴിപ്പിച്ചിട്ടാണ് കുളിപ്പിക്കാൻ. നിനക്കിന്ന് യൂണിഫോം കിട്ടുമെന്ന് പറഞ്ഞിട്ട്
അല്ല ഇന്നലെ പറഞ്ഞില്ലേ ഇന്നലെ കിട്ടുമെന്ന്. കൊള്ളാന്നേ. ടാറ്റാ. നാരായണി എന്നെ എടുക്കുവാ, പോറായല്ലോ. ഇനി അവള് ഒരുങ്ങി അവിടെ നിൽക്കുവാണ്. ഓരോന്ന് വീതം ചോദിച്ചില്ലെങ്കിൽ തുട എടുത്തോ, ലഞ്ച് ബോക്സ് എടുത്തോ, പിന്നെ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ചോദിക്കണം, എന്നാലേ പുള്ളിക്കാരിക്ക് അറിയത്തുള്ളൂ. ഹലോ, എടുത്തോയോ? എന്തോ തുറന്നിട്ട് പോലുമില്ല. നീ ആരോടെ പറയുന്നത്? അവള് വന്നോളൂ. ഇവിടെ പോയതാണോ? സ്കൂളിൽ പോണ്ടാക്കോ? ആരാ? പണിക്ക് പോവാണേ. പൊന്നു പോയിട്ട് വാ കേട്ടോ. നാളെ ഇല്ലല്ലോ. പൊക്കോ. എനിക്ക് തന്നെ പേടിയില്ല കുട്ടുവാൻ. അറിയത്തില്ല, എനിക്ക് വഴി അറിയത്തില്ലല്ലോ. വഴി അറിയത്തില്ലേ? അറിയാമോ? വണ്ടി ഓടിച്ച എനിക്ക് അവിടെ ഒന്നും അത്ര പരിചയമില്ല. ആണോ? മീൻ വന്നില്ല ഇന്ന്. മീന് ഇല്ലെന്ന് തോന്നുന്നു. അതായിരിക്കും. അതേ പോണു. വേറെ മീൻ വണ്ടിയാ. വേറെ വണ്ടിയാ.
വണ്ടിയാ. കൊട എടുത്തോ? ഇങ്ങനെ ഇട്ടേ ഇത് നിന്റെ ബാഗ് എടുത്ത് ഞങ്ങളാരും ചിന്തനം ചെയ്യുന്നുണ്ടോ? നീ പോവണ്ണേ, സമയം പോന്നു. വേണ്ട വേണ്ട, അവളത് തന്നെ ചുമക്കട്ടെ. അവള് ചുമന്ന് പോകട്ടെ കേട്ടോ. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്കൂളോട് ചെന്നിട്ട് ഞാൻ എന്തായാലും PT മീറ്റിങ്ങിന് വരുന്ന സമയത്ത് സുരേഷ് സാറിനെ കാണുവാണെങ്കിൽ ഞാൻ വണ്ടിയുടെ കാര്യത്തിൽ ഓക്കെ ആക്കും. അത് എന്നാ നീ പറഞ്ഞാലും നിനക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നീ പോകണ്ട. അവിടെ ഇരുന്നു. സ്കൂൾ ബസ് ഈ താഴെ വരെ ഉണ്ട്. ഷാംപൂയി വരുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നെയാണ് വരുന്നത്. പോകുന്നത് ഷാംപൂയുടെ ഇവളുടെ ബസ് ഒരുപോലെയാണ് പോകുന്നത്. കുഞ്ഞു പിള്ളേർ പോകുന്ന അയ്യോ, കുഞ്ഞു പിള്ളേർ സാരമില്ല. കുഞ്ഞു പിള്ളേർ നീ ഒത്തിരി അങ്ങ് വലിയ കൊച്ചായോ? ഒന്നുമില്ലല്ലോ. നീ പുറലോകം കണ്ടിട്ടേ ഇല്ലേ? ഇവിടുന്ന് സ്റ്റാൻഡ് വരെ നടന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകാൻ ഇടിയും കൊണ്ട് കണ്ടക്ടറെ വായിക്കുന്ന തെറിയും കേട്ട് പോകുന്നതാണോ നിനക്ക് പുറം ലോകം? സത്യം പറ അമ്മ, സത്യം പറ. എവിടെങ്കിലും ഞാൻ കേറുന്ന ബസ്സിൽ ആളുണ്ടോ? എന്തിനു ക്യൂ നിന്ന് കേറണ്ട നിനക്കൊക്കെ? ഇല്ല, രാവിലെ ക്യൂ ഇല്ല ഞങ്ങൾക്ക്. വൈകിട്ട് ക്യൂ ഉണ്ടോ? വൈകിട്ട് ഞാൻ ഫസ്റ്റ് ഓക്കെ. അവിടുന്ന് ഇത്ര ചുമട് എടുക്കണോ? ബസ്സെ കേറിയിട്ട് എന്റെ മടി വെക്കുക. അപ്പൊ പിന്നെ സ്റ്റാൻഡിൽ ഇവിടം വരെ നടക്കുന്നോ ഈ കയറ്റം കയറി? ഈ കയറ്റം കയറാൻ പറ്റുമെങ്കിൽ എനിക്ക് ഓക്കെ. അപ്പൊ ഒരു കാര്യമുണ്ട്, ഞാൻ ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആ ഇല്ല, ഇപ്പൊ തന്നെ പറഞ്ഞോ, ഇപ്പൊ തന്നെ പറഞ്ഞോ. ഞാൻ പലതവണ പറഞ്ഞു എനിക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല, ഈ കയറ്റം മാത്രമേ പ്രശ്നമുള്ളൂ. അത് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ചെയ്തതാ. സ്കൂൾ ബസ് കയറ്റാൻ ഇങ്ങോട്ട് വേറി വരികയല്ലോ മോനെ, അല്ലെങ്കിൽ ഞാൻ നോക്കായിരുന്നു. എനിക്ക് ആകെ പ്രശ്നമുള്ള ഈ കയറ്റം കയറി മാത്രം. ആ എന്നാൽ വീട്ടിൽ നിന്നോ, എന്തായാലും വീട്ടിൽ നിന്നോ. അതാകുമ്പോഴേക്ക് സ്കൂളിൻ്റെ തൊട്ടടുത്ത് ബെല്ലടിക്കുമ്പോൾ പോയാൽ മതി. പറ്റുമോ? എന്തായാലും തന്നെ ഒരു 10 വീടെങ്കിലും ഉണ്ട് ഇല്ലേ? സ്വന്തം വീടില്ലേ? പിന്നെ പപ്പട അമ്മയോടും കൂടെ നിന്നു, അവർക്കൊരു കൂട്ടുപാവും. സ്കൂളിൽ നിന്ന് എന്നാ പറയാ, ഒരു 2 മിനിറ്റ് പോലും വേണ്ട വീട്ടിലോട്ട്. തൊട്ടടുത്ത് വീടുണ്ട്. എന്നിട്ടാണ് പിന്നെ പോട്ടെ, പഠിത്തമൊന്നും നടക്കുകയില്ല എന്നോർത്ത് നമ്മൾ അവളെ ഇവിടെ നിർത്തുന്നത്. ഇപ്പം സിംബ പറയാൻ കണ്ടിപ്പുണ്ടെങ്കിൽ എന്നാടാ ഇതെന്തൊരു പാടാണ് ഇതൊക്കെ അയക്കാൻ. നാരായണ ദിവസം നാരായണ പോകുന്നില്ല, ലോറി പോകണം. നല്ല രസം കാണാമോ? ഇപ്പോഴാണ് നീ ഓർത്താ? നീ കുറച്ച് ദിവസമായിട്ട് ഇത് പറയുന്നില്ലായിരുന്നല്ലോ. ആ എവിടെയാ? നെയ്യാറ്റിൻകരല്ലോ. എന്തിനു പോയതാ? അവിടെ അല്ലല്ലോ വീട്. ആ ആ മതി. നെയ്യാറ്റിൻകര ആരാ ഉള്ളായിരുന്നു? ആ മാവേലിക്കര. എന്തിയേ? ആ വീട്ടിലുണ്ട്. ആരടി ഇപ്പോൾ ഇറങ്ങി വരുന്ന കറക്റ്റ് സമയത്താണ് നിന്റെ ബസ് ആ പാലം ക്രോസ് ചെയ്യുന്നത്. ബസ് വരുന്നുണ്ട്, പയ്യെ ഇറങ്ങിക്കോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഒരു ബസ്, അതായിരിക്കും. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വയ്ക്കാം. ബർമാർക്ക് മടി വന്നോ? എവിടെയാ വരുന്നത് ബസ്? അവിടെ നിന്നാണ് ബസ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. ബസ് അവിടെ ഇവിടെ അല്ല, അവിടെ നോക്കിക്കോ, കാറിൻ്റെ പുറകെ ഉണ്ടാവും.
രാവിലെ നല്ല മഴയായിരുന്നെന്ന് കണ്ടോ, വെള്ളമെല്ലാം കലങ്ങി വരുന്നു നല്ലപോലെ. രാവിലത്തെ മഴയുടെ വെള്ളം ഇപ്പോഴത്തേനാണ് ഇവിടെ വരത്തുള്ളൂ. അപ്പുറത്തെ ആറ് ഇതിനെക്കാട്ടി കലങ്ങിയാണ്, പക്ഷെ വേറൊരു കറുപ്പ് കളറാണ്, ഇത് ചുമപ്പ് കളറും. രാവിലെ ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് നീല കളറ് വന്നായിരുന്നു ചെറുതായിട്ട്. എന്നിപ്പോൾ ഞാൻ ഓർത്ത് മഴ പെയ്യത്തില്ലായിരുന്നു, ഇതിപ്പോൾ മഴ തുടങ്ങി. ഈ ആറ്റിലെ വെള്ളം കണ്ടോ, വേറെ കളറാണ്. നല്ല കറുത്ത് ഒഴുകുന്ന വെള്ളമാണ്. സാധാരണ ഉരുള് പൊട്ടുമ്പോഴാണ് ഇതുപോലെ കറുത്ത് വരുന്നത്. പക്ഷെ വല്ല മണ്ണടിച്ചിലൊക്കെ ഉണ്ടായാലോ ഒക്കെ അങ്ങനെ വരും. നാരായണ ശാമ്പവി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ദേ മഴ. ശാമ്പവി അവിടെ ചെന്ന് കാണും. നാരായണിക്ക് പിന്നെ കുടയുണ്ട്, ശാമ്പുവിടെ കൈ കുടയൊന്നുമില്ല. ചേട്ടാ കൂടെ കൊണ്ടുപോയിട്ടില്ല, ചെന്നിട്ടുണ്ടാവാം. താഴെ ഒരു വീടുണ്ടല്ലോ, അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ബസ് വന്നു കഴിഞ്ഞാൽ അങ്ങ് കയറിയാൽ മതി. അതുകൊണ്ട് കുട ഇവിടെ നിന്ന് അവിടെ താഴെ വരെ പോകുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. പകുതി വരെ ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ശാമ്പവി ഒരുക്കാനായിട്ട് പോയി. ബാക്കി ഉണ്ടാക്കുന്നു. എനിക്കും ശ്യാമളമ്മേ ഞാനും കഴിക്കാനുള്ളൂ. ചേട്ടാ കഴിച്ചായിരുന്നു. ഞാനിതിനകത്ത് മൈദയും ആട്ടയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി. മൈദ അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ അത് കാണും. ശാമ്പൂ പോയി കാണും. ഇല്ല, ഉണ്ട്. ഓ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാണ്ട് എവിടെ പോവാ? പണിക്ക് പോവുക. എവിടെയാ? അമ്പലത്തിൽ പോയതാ. പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് കൂടെ വലിയ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് പറയും. അല്ല അത് ഇനി നാളെ ആണെങ്കിലും അവരൊക്കെ ആ വെള്ളപ്പൊക്കത്തിൽ ഈ ആറിൻ്റെ അക്കരെ ഭാഗത്ത് അവിടെ വീട് പോയ നമ്മളൊക്കെ എടുത്തിട്ടുള്ള ഒരാൾക്ക് വീട് കിട്ടിയത് എനിക്കറിയാം, മറ്റേ ആളുടെ കാര്യം അറിയത്തില്ല.
രാവിലെ. രാവിലെ പരിപാടി ഒന്നുമില്ല, ഇവിടെ വന്നിരിക്കുന്നത്. ഉണ്ടോ? അശറപ്പങ്ങളൊന്നും തുറന്നിട്ടില്ല, എന്നാ പറ്റി? ഇപ്പോൾ ആ കളറ് മാറി കേട്ടോ, രാവിലെ വേറൊരു കളറാണ്. ആ വഴി അങ്ങോട്ട് പോയിട്ട് ഈ വഴി തിരിച്ചു വന്നു. നല്ല മഴ. ശ്യാമളമ്മോട് ഞാൻ ടി വി ഓണാക്കിയിട്ട് വെക്കാൻ പറഞ്ഞില്ല. ശ്യാമളമ്മ ഫോൺ മരിപ്പിക്കുക. ടി വി അമ്മ ഓണാക്കിയില്ലേ? ബെസ്റ്റ്. അളിയൻസ് കാണണ്ടേ നമുക്കും? ഷാമ്പോയ്ക്ക് മാത്രം അളിയൻസ് കണ്ടാൽ മതിയോ? വീൽ ചെയറിലാണ് ഇത് വിറവ് കൊണ്ടുവന്നത്. എളുപ്പമല്ലേ? അവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഇതൊക്കെ ഇവർ 3 ദിവസത്തേക്ക് കാണുമായിരിക്കും ഇത്. പിന്നെ അടുത്ത മഴ തുടങ്ങി കേട്ടോ. എൻ്റെ പൊന്ന് ദൈവമേ, ഇങ്ങനെ തുടങ്ങി എന്തോ ചെയ്യും? നേരത്തെ ചോറ് അരിച്ചിട്ടു. അത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊരു 4 മണിയൊക്കെ കഴിയുമ്പോഴാണ്, 4 മണി 5 മണിയൊക്കെ കഴിയും, 6 മണിയാകുമ്പോഴാണ് ഇടുന്നത്. ഇപ്പം ഇന്ന് നേരത്തെ ഇട്ട്. നാരായണി ദോശയും സാമ്പാറും കൊണ്ടുപോയി. മഴ ഒന്ന് കുറവായി. വെള്ളോട്ട് ഇറങ്ങാനേ പറ്റാത്ത അവസ്ഥ കേട്ടോ. എന്താ പറയാ, എന്താ പറയുക, അത് തന്നെ. പതിനൊന്ന് 16 നല്ലൊരു മഴ വരുന്നുണ്ട്. ഈ അവിടെ നിറച്ച് വരുവല്ലേ എൻ്റെ അമ്മ. ആരാണ്? ചെറിയ ചേട്ടൻ്റെ വണ്ടിയാണോ? അല്ല പിന്നെ ആരും വരാൻ മഴ വന്നേ എൻ്റെ അമ്മോ. അതൊക്കെയാണ്. വരുന്നതാ. ഇങ്ങനെ മഴ തുടങ്ങി എന്നാ ചെയ്യും അല്ലേ? നല്ല മഴ.
ഒരു രക്ഷയില്ല കേട്ടോ, മഴ കാലത്ത് ആറാട്ടാണ്, മഴ കൊണ്ട് ആറാട്ട് രക്ഷയില്ല. ഈ മഴയോ സൂപ്പർ മഴ കത്തിപ്പൊതിഞ്ഞ് എന്നുള്ള ദിവസമാണ്, അതിനോടനുബന്ധിച്ചാണ് ഭയങ്കര മഴയാണ്. ഇത്രയും ദിവസം പോയിട്ടില്ല ഇങ്ങനെ. മഴയുണ്ടോ? ഇല്ലല്ലോ, മഴയില്ലല്ലേ? മൊത്തം നനഞ്ഞു, ഫുള്ള് നനഞ്ഞു. ഇത് നനഞ്ഞാ അവിടെ ഇടല്ലേ? ഹലോ, നേരെ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ടേക്കണം. ആ മൊത്തത്തിൽ നിന്നെ മൊത്തത്തിട്. ആ അയെ കൊണ്ടിട്ടേക്കല്ലേ, പിന്നെ ഇറക്കിവിടെ. ഉയ്യോ, അവളെ മൊത്തം വെള്ളമാക്കിയല്ലോ. ഞാൻ നനഞ്ഞിട്ടൊന്നുമില്ല, എന്റെ പാന്റിന്റെ അടി മാത്രമാണ്. നീ ആലും കുഴപ്പമില്ലായിരുന്നു. കൊച്ചു വരുമ്പോഴാണ് അടുത്തത്. ഞാൻ താഴെയപ്പോ മഴ പെയ്ത അണ്ണന്റെ അവിടെ കയറി ബാഗിൽ പോയിട്ടുണ്ട്. അപ്പൊ അണ്ണൻ മാങ്ങ അണ്ണം വാങ്ങാന്നോ? ഓക്കേ ഓക്കെ. മഴ എത്രമാത്രം ഉണ്ടോ നോക്കിയാൽ ഞങ്ങളുടെ മുറ്റം കണ്ടാൽ മനസ്സിലാവും. വെള്ളം കിടക്കുന്നുണ്ടോ? കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടോ? ഇതാണ് മഴ. ഷാമ്പും കൂടെ വരാൻ എന്നാ ഒരു സമാധാനമാവത്തുള്ളൂ. ഒരു ബാഗ് തന്നെ ഇത് ഇതിട്ടുണ്ട്. ഒരു പാമ്പ് ഇപ്പോഴാണ് ചേരയാ. ചേര റോഡിൽ കിടക്കുമായിരുന്നു, എന്നെ കണ്ടോ റോഡിൽ. നല്ല വെള്ളമാണ്.
ഓ ഒരു പെരുമഴ ഒഴിഞ്ഞു ഇപ്പോൾ. അയ്യോ ഒരു കോഴിയെ കാണുന്നില്ലല്ലോ, നേരത്തെ കാണുന്നില്ലായിരുന്നു. വെള്ളക്കോഴി എന്തേ? വെള്ളക്കോഴി എന്തേ? ഓക്കെ ഇതുകൊണ്ടോ വെള്ളം കിടക്കുന്നുണ്ടോ? എൻ്റെ പൊന്ന് രക്ഷയില്ല. വെള്ളമില്ലാത്തപ്പോൾ മഴ പെയ്യുന്നില്ല വെള്ളമില്ലെന്നുള്ള പരാതി. അങ്ങനെ വയറ്റത്തേക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ച്. അത് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കും എനിക്കും എല്ലാവർക്കും. കുറച്ച് പരിപാടി കൂടി അത് ചെയ്യാനുണ്ട്. കറിയുണ്ടാക്കാൻ മനസ്സിലായി എങ്കിലും ഫ്രൈ ചെയ്യുന്ന ഉള്ളക്കടല ഫ്രൈ ചെയ്യുമ്പോൾ ഇവിടെക്കാൻ ഇതൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നോക്കുന്ന കറിവേപ്പില ഇവിടെ ഇല്ല. അങ്ങനാകുമ്പോൾ ഉണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ കൊണ്ടുവരും. എനിക്കിപ്പോൾ കഴിച്ച് വെച്ചു. ഈ പ്രാവശ്യം നമുക്ക് ഉണക്കി വൃത്തിക്കാക്കുന്ന കാപ്പത്ത് എന്നാൽ ഒരു കൂടി പോവും. കാപ്പി ഇല്ല നാപ്പായിരിക്കും. ഒരു സ്വല്പം കുരുമുളക് ഇട്ടില്ല. ഇത് വാങ്ങിട്ട് മതി. ശാമ്പം ഇച്ചിരി മതി. വരുവാന്ന് മതി. സ്വല്പം വെന്ത് പോയി. നിൽക്ക് കയറ് അങ്ങോട്ട് കയറ്. ആ കയറിപ്പോ. ആ സ്കൂളിൽ പോയിട്ട് വന്നോ? വേണ്ട മഴ വരും. ഓ അച്ഛാ കടയിൽ പോയി. വാ വേണ്ട വേണ്ട ഒരു മഴയടി വേണ്ട ഇപ്പൊ ഒന്നാമത് താമസിച്ചു വണ്ടി. നാളെ വരണേ. നാളെ വരണമെന്ന്. ആ നാളെ നോക്കാം. ആ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നാളെ. മതി. കുട വേണോ? കുട വേണോ? പിടിയോ? എന്നാ പോ.
മിണ്ടുമൊക്കെ ചെയ്തായിരുന്നു. അച്ഛൻ ടൗണിൽ പോകും. ആ ഇപ്പൊ വരും. പേര് നിഷ. മറന്നു പോവോ? ഓർത്ത് വെക്കണ്ടേ? നീ പേര് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലേ, എന്നിട്ടാണ് മറന്നുപോയേ. ആ നിനക്കറിയാമെന്ന് എനിക്കറിയാം, നീ പറയൂ. നാളെ വരുവാ. നേരം വെളുത്തിട്ട് ആര് വരും? നീ പോ, ഇപ്പം മഴ വരുന്നതിന് പോകും, കയറി പോകാൻ. നാളെ പോവാ. ആ നേരം വെളുത്തിട്ട് വരുവോന്ന്? നാളെ അല്ലേ അത്? പയ്യെ പോ. വരട്ടെ. എന്നാ വേണം? എടുക്കുവാ. എടുക്കാനോ? ഇത് പോയാടി. ആ നാളെ സ്കൂളിൽ പോകത്തില്ലേ? നാളെ ഇല്ല, നാളത്തെ കഴിഞ്ഞ്. നാളെ പഠിത്തമില്ല. പോ പോയേടി. പറട്ടെ. പറ. നാളെ നേരം എടുത്തിട്ട് ഞാൻ വരുമോ? ആ വരും. നാളെ അല്ലടി, നാളെ കഴിഞ്ഞ്. പോ, നാളെ പഠിത്തമില്ല, പുതിയ. നീ പറയും. എവിടെ പോവാ? അവിടെ പോയി എന്തിനാ നിൽക്കുന്നോ? ആരെയും അവിടെ പോയി നിന്നല്ലേ അവൾക്ക് സങ്കടമല്ലേടി, അല്ലേ? അവളെ നോക്കിയിരിക്കും നമ്മളെ. ഞാനിപ്പോൾ ഈ അടുപ്പേ കരിഞ്ഞ് പോകും കൊണ്ടാണ്. മാറിയാൽ ശരിയാവത്തില്ല. പോയി ആ ഇതൊക്കെ ഒന്ന് തുറന്നു കൊടുക്ക്. പതിയെ തുറന്നു കൊടുക്കണോ? താമസിച്ചാണല്ലോ. 6:04 6:05 ചേച്ചി 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 ഇപ്പൊ കയറിപ്പോയി. റെയിൻകോട്ട് ഇടാൻ മഴയില്ലടി, ചെറിയതായിട്ട് തുള്ളി വീഴുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ആ മഴ വരുന്നുണ്ട്. പൊക്കോളാൻ പൊക്കോ. മഴ മഴ ദേ നിൽക്കുന്നു, കണ്ടില്ലേ? അതെ അതെ അതെ, അവിടെ നിൽക്കുന്നുണ്ട്. നീ പൊക്കോ. അതെ അതെ ചേച്ചി നിൽക്കുന്നു.
അതല്ലേ നിൽക്കുന്നേ, അവളെ കണ്ടില്ല അതാ. ഉണ്ടോ? ആഹാ അമ്മയല്ലേ, നീ പോ. ഓടാടി ഓടാടി, മാമ തന്നെ കിടക്കുക. ജയൊന്നും കാണാനില്ലല്ലോ ഇന്ന്. ആറഞ്ചായി കേട്ടോ. കുറച്ച് താമസിച്ചല്ലോ കൊച്ച്, കുറച്ചല്ല നല്ല താമസിച്ചു. 5:45 ആ വന്ന് പച്ച കേൾക്കുന്നു. ജയമ എന്തെങ്കിലും ചോദിച്ചായിരിക്കും, ചിലപ്പോൾ എന്നെ മൈൻഡും ചെയ്തില്ല. ഇവിടെ തിന്നുന്നുണ്ട്. എന്നാണോ ആരാണോ അവിടെ ഒച്ച വെക്കുന്നേ? പിടിച്ചോ, അവളെ പിടിച്ചോ മോനെ, ഇവിടെ തിന്നുന്നുണ്ട്. ഇന്നലെ താമസിച്ചേട്ടാ വണ്ടി ഇപ്പോഴാണ് കുഞ്ഞ് അവിടെ തിന്നുന്നുണ്ടെന്ന്. കുഞ്ഞെ ആ വെള്ളക്കോഴിയെ കാണുന്നില്ല ചേട്ടാ. ഒരു വെള്ളം അവിടെ ഇല്ലല്ലോ, ഇനി അതിനകത്തെല്ലാം ഉണ്ടോ? അവിടെ എല്ലാം വെള്ളം അതാ പറഞ്ഞ പിടിച്ചോ, അല്ല പിന്നെ അത് തെന്നിയടിച്ച് വീഴും. ദൈവമേ, ഓ ജയമേ ചോറല്ലേ പൊന്നാ, രാവിലെ ഉണ്ടായിരുന്നല്ലോ. ഇതാരാണ്? ഇതാരാണ്? ആരാണ്? ഇന്ന് സമൂല് വന്നോ? ആണോ? സമൂല് വന്നിട്ട് എന്നാ പറഞ്ഞു? മുള്ളാൻ പെട്ടെന്ന് സമൂല് പറഞ്ഞോ? ഉടുപ്പൊക്കെ ഊരിക്കോ, വേഗം ഊരിക്കോ. ഓണാക്കിയോ? ആര് പോവാ? ഇല്ല, നാളെ പോണെന്ന് നോക്കുക. അവിടെ പുള്ളിക്കാരി ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ നമ്മളെ കുമാരൻ ഇവിടെ അകത്തോട്ട് കയറട്ടെന്ന് ചോദിച്ചോളൂ. എന്നാ കയറാൻ പറഞ്ഞു. അപ്പൊ കയറാൻ പറഞ്ഞപ്പോ ഞാൻ മഴ വരുന്നൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. നാളെ പോകാന്ന് പറഞ്ഞപ്പോ നാളെ പഠിത്തം കൊണ്ടുവരില്ലെങ്കിൽ നാളെ പോകാം. അയ്യോ കഴിഞ്ഞ ദിവസം ഇതായിരുന്നു, അവരുടെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞാലും കുഞ്ഞോ അവിടെ ഇല്ലടി. അവന് മീനാക്കാടെ മോനില്ലേ, കുഞ്ഞുമോന്, അവൻ ഇവിടെ എങ്ങനല്ല തെങ്കാശിയില. തെങ്കാശി അവന്റെ വീട്. മോന്റെ ഈ ഒരു കുഞ്ഞ് വെച്ചിട്ടാണ് ഈ വീട്ടിലുള്ള എല്ലാരും വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഷാമ്പോയ്ക്ക് മാത്രം ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ അങ്ങോട്ട് വരാത്തതെന്നറിയോ? എനിക്കിനി വെള്ളത്തിൽ നിന്ന് എന്റെ കാലുവേദന കൂടാൻ തുടങ്ങി. എനിക്ക് ഭൂമി വിടുകയല്ല, വീട്ടിനകത്തിരിക്കാലോ. മൊത്തം വെള്ളം അതിനകത്ത്. എനിക്ക് കാലുവേദന എടുത്തിട്ട് വയ്യ കാല്. എറണാകുളത്ത് ഞാൻ എറണാകുളത്ത് എനിക്ക് ആയിരുന്നിട്ടാ. അമ്മയ്ക്ക് പണിയേ ഉള്ളു. പറയട്ടെ, പറഞ്ഞിട്ട് ഇങ്ങനത്തെ സൂപ്പൊക്കെ അപ്പം ഉണ്ടാക്കി തന്നോളൂ കേട്ടോ എന്റെ കുഞ്ഞിനെ. നോക്കിക്കേ, ഇതാരാ ഈ ചോറ് ഇവിടെ മിച്ചം വിട്ടേ? അതൊക്കെ വേണ്ട, സാമോയിലൊക്കെ ചോറുണ്ണൂലോ. പാമോയിലോ? സാമൂല് ചോറുണ്ണും, പക്ഷെ ഇതുപോലെ വേസ്റ്റ് ആക്കത്തില്ല സാമൂല്, അറിയോ? വേസ്റ്റ് ഇട്ടാലേ സാമൂല് കളിയാക്കും. ശാമ്പ പിന്നെ ചോറുണ്ടാത്തേന്ന്. അപ്പൊ പിന്നെ എന്തിനാ വേസ്റ്റ് ഇട്ടേ? എല്ലാം അറിയാം. ഞാനേ എന്തൊക്കെയാ കൊണ്ടുവന്ന് അറിയാമോ? എന്നൊക്കെയാണോ കൊണ്ടുവന്നേ? അമ്മയ്ക്ക് വല്ലതും കഴിക്കാൻ കൊണ്ടുവന്നു എന്റെ കുഞ്ഞിനെ അവിടുന്ന് സ്കൂളിൽ നിന്ന്. ഇത് വലിച്ചെറിയാണോ? സന്ധ്യ ആവട്ടെ. ഗൂഗിൾ സാറ്, ഗൂഗിൾ അമ്മച്ചി പറയും, ഗൂഗിളാൻറ്റി.
അല്ല ഗൂഗിൾ പേ ഇത്ര നല്ല ചോറാ കൊച്ചിനെ കൊണ്ട് തീറ്റിക്കാൻ അതിനുള്ള അരി വരെ കൂടെ കൊണ്ട് കൊടുക്കും സാമ്പാർ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ ചേട്ടൻ മതിയോ 6:26 ഇപ്പൊ ചേട്ടനാ പറയുന്നത്. അമ്മ പറയും. അമ്മ ഈ അസ്തമയത്തിന് ഇച്ചിരി മുന്നെയാണ് വിളക്ക് കത്തിക്കാൻ. കത്തിക്കാം. അമ്മടി ഒന്നാമത്തെ കാര്യം പറയട്ടെ അവിടെ ഒരു ബാഗും എന്തോ കാണിക്കാമെന്ന് പറഞ്ഞു. എന്തോ കൊണ്ടുവന്നേ? ഇത് വലിച്ചെറിയുന്നല്ലോ. ഡയറി എവിടെയാ? ഇതേ ഫ്രണ്ടില് കൊച്ചിന്റെ ഡയറി ഇരിക്കുന്നു. ഇവിടെ അല്ലേ? അതൊക്കെ എടുത്തു നോക്കട്ടെ. എഴുതിയിട്ടുണ്ടോ നോക്ക്. ആരാടി എന്നും രാവിലെ ഇത് നോക്കും. ഇതുണ്ടോ? ഇത് കൊച്ച് മരം വരച്ചു. പിന്നെ ഇവിടെ ആരാ വരച്ചേ? വരച്ചെന്നും കൂടെ പറഞ്ഞതാ. ഇതാരാ വരച്ചേ? ലാവണ്ടർ ടീച്ചറോ? ജാനറ്റോ? ജാനറ്റ് എന്നാണോ? ആ ജാനറ്റ് ടീച്ചർ വരച്ചത്. ആരാ എഴുതി തന്നെ? അപ്പൊ മോൻ എഴുതിയിട്ടുണ്ടോ? കൊച്ചു എഴുതിയത്? കൊച്ചിനെ ഇങ്ങനെ കൈ പിടിപ്പിച്ച് സിസ്റ്റർ ഇങ്ങനെ റായിച്ചു അല്ലേ? വേറെ സംഭവം കാണിക്കാവേ. കുത്തിരിച്ചൊക്കെ ഫുള്ള് ഒന്ന് കളഞ്ഞു വിട്ട് രണ്ടാമതൊരു ഡയറി തന്നതാണ്. അത് മൊത്തം കുത്തി വരച്ച് വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ? മൊത്തം കുത്തി വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഡയറി? സാരമില്ല, ഇവിടെ എല്ലാം കുത്തി വെക്കാം. കുറച്ച് ടൗലോ അല്ലൊക്കെ ഇടാം. അത് പപ്പാതി കൊടുക്കണം. ഒരെണ്ണെങ്കിലും വലുതായിരിക്കട്ടെ നോക്കാം. അയ്യ എടുത്ത് വെച്ചേക്ക് കുഞ്ഞ. ആ അത് കണ്ടില്ല. ശവളമ്മ അങ്ങോട്ടോ കേറിയില്ല അടുക്കളയിലോട്ട്. എന്നാ ചേച്ചേ? ഒന്നുമില്ല. ചേച്ചന് കയറി. ചേച്ചന് സുഖമാണോ? നോക്കാൻ എന്നാ അവിടെ ഊണിൻ്റെ മഷ്റൂം സൂപ്പ് ജയയ്ക്ക് മാത്രമുള്ളതെന്നാണ് പറഞ്ഞത്. മഷ്റൂം സൂപ്പ് ജയയ്ക്ക് മാത്രം. മഷ്റൂം സൂപ്പ് ജയയ്ക്ക് മാത്രം. എന്നെ കേട്ടോ എനിക്ക് മാത്രം അങ്ങനെ ഉണ്ടാക്കി തരുന്നേ. ഒന്നിനും കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ വേണ്ട നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? ആരോഗ്യവും ഇല്ല, ബുദ്ധിയും ഇല്ല, ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ചേട്ടായിക്ക് ഒരു കാര്യം അറിയോ? ഒരുപാട് ബുദ്ധി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടെൻഷനാണ്. ഇത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എനിക്കൊട്ടും മനസ്സിലാവത്തുമില്ല. ഞാനിങ്ങനെ പിന്നെ അതിനകത്ത് വേറൊരു ഒരു ശാസ്ത്രീയമായ കാര്യം എന്താണെന്നറിയോ? ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ബുദ്ധിയുള്ള നല്ലതല്ല. ഒരാൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ വേറൊരാൾ ബാലൻസ് ചെയ്യും. മനസ്സിലായോ? ആ അപ്പം ചേട്ടായിക്ക് ബുദ്ധി ഉണ്ടല്ലോ, അപ്പം എനിക്ക് എൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം. ഇങ്ങനെയാണോ സൂപ്പ്? കുരുമുളക് നല്ലതായിട്ടുണ്ടേ. കുരുമുളക് സൂപ്പല്ല, സൂപ്പിനകത്ത് കുരുമുളക് ഇടും. അതങ്ങോട്ട് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. വിളക്ക് കത്തിക്കുന്നത് 6:30 വിളക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല കൂളമ്മച്ചി. അപ്പം സൂപ്പ് ആർക്കൊക്കെയാ? ആ ഇരിക്കുന്ന സൂപ്പ് ആർക്കൊക്കെ? എൻ്റെ ഫോൺ വെച്ച് ഫോൺ അടക്ക. മാനസികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന
ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ നാരായണിയും നാരായണ അപ്പനും കഴിച്ചാൽ മതി. താങ്ക് യു. എനിക്ക് വേണ്ടെന്ന്. എന്നാലും ഒരു സ്പൂൺ വന്ന് ഞങ്ങളിവിടെ നോക്കട്ടെ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്. നാളെ പോയി രാവിലെ നോക്കിക്കാണും കാണും. അപ്പം വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് പാട്ടുണ്ടല്ലേ? വിളക്ക് അമ്മ പറഞ്ഞു 6 രൂപയായിട്ട്. അയ്യോ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞു അതിനൊരു സമയമുണ്ട് അസ്തമിക്കുന്നതിന്. ഓക്കെ ഗൂഗിൾ സൺസെറ്റ് ടൈം. നീ പറഞ്ഞ സമയമല്ലേ ഇപ്പൊ ഗൂഗിളിന് ക്ഷീണോ രാവിലെ 47. ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ 6:30 കഴിഞ്ഞിട്ടല്ലേ കത്തിക്കാൻ പറ്റുന്നത്. ഒരു 15 മിനിറ്റ് മുമ്പ് കത്തിക്കുന്നത് അസ്തമയത്തിന്. അപ്പൊ 6:42 ആകുമ്പോ ഒരു 32 ആകുമ്പോഴേ. പക്ഷെ അമ്മ പറഞ്ഞ എന്നാന്നറിയാവോ? അല്ലല്ല, അമ്മ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇരുട്ടിയെന്ന്. പക്ഷെ ഇത് തന്നെയാണ് 12 മണിയായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നത്. കാരണം മഴയല്ലേ. അപ്പൊ അമ്മ പറയുന്നു, അപ്പൊ അമ്മ സൂര്യനില്ലേ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവുള്ളൂ. പക്ഷെ അമ്മ സമ്മതിക്കില്ല. ഇതിപ്പോ ഇത്രയും നാളുകളായിട്ട് പറഞ്ഞാൽ അമ്മ സമ്മതിക്കത്തില്ല. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ അസ്തമയത്തിന് നോക്കാൻ കഴിയാതെ അസ്തമയം വെച്ചാണ് വിളക്ക് എത്തിക്കുന്നത്. ദീപാരാധന അമ്പലത്തിൽ എല്ലാ ദിവസവും ഒരേ സമയത്താണ്. ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു. അല്ല ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു. വലിച്ചിട്ടേ ഇങ്ങോട്ട് പോനെ. ദീപാരാധനയുടെ കറക്റ്റ് ആയിട്ടുള്ള ടൈം വരുന്നത് സൂര്യൻ അസ്തമയം നോക്കിയിട്ടാണ്. രാവിലത്തെ കൊച്ചിന് സൂപ്പ് കുടിക്കാൻ സ്പൂൺ കൊടുക്കുന്ന ആരാണ് ഈ കുട്ടിയെ? എന്നാലും കൊച്ചിന് സ്പൂൺ എടുത്തിട്ട് പാടി കുഞ്ഞ്. അവിടെ ആരും ഇല്ല കേട്ടോ, അവിടെ സ്പൂണൊന്നും ഇല്ല. സ്പൂണില്ല കുടിക്കത്തില്ല കുഞ്ഞാ? സ്പൂണില്ല കുടിക്കുക. കിട്ടി, സ്പൂൺ കിട്ടി. ഇവിടുന്ന് കൊറേ പാത്രം എടുത്ത് അപ്പുറത്ത് കൊടുക്കാനുണ്ട്. ഡോക്ടറുടെ നമ്പർ തരാന്ന് പറഞ്ഞോണ്ട് ഇത് വരാറുണ്ട്. അതാ നോക്കട്ടെന്ന് പറയാം. എങ്ങനെയുണ്ട് കുഞ്ഞേ സൂപ്പ്? കുടിച്ചായിരുന്നോ? കുടിക്കാതെ ആണെന്നുള്ളതെന്ന് പറഞ്ഞേ. അയ്യോ അത് കത്തൊന്നുമില്ല. ഓൻ കുടിച്ചിട്ട് നല്ലതാണെങ്കിൽ ഞാൻ കുടിക്കാം. എങ്ങനുണ്ട്? നല്ലതാണോ? എരിവുണ്ടോ? ശ്യാമമ്മയ്ക്ക് ഒന്ന് കൊടുത്തേ. ശ്യാമമ്മ പറയട്ടെ. എനിക്ക് ശ്യാമമ്മ കുടിച്ചിട്ട് പറ. ഇങ്ങോട്ട് പറഞ്ഞു കുടിച്ച്. എരിവൊന്നുമില്ല. കൊള്ളാല്ലേ?